ലോകത്ത് എവിടെ പോയാലും ട്രാഫിക് ഇല്ലാത്തൊരു ബാംഗ്ലൂർ സിറ്റിനെ പറ്റി ആലോചിച്ചു. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സിറ്റി വേറെ ഉണ്ടാകത്തില്ല ഗൈസ്. ഇത് വേറൊരു സ്ഥലമാണ് കേട്ടോ. ഇതിന് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ല, അതിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് കേട്ടോ. അത് ആ സൈഡിൽ നിന്ന് കൂടെ വെയിലടിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനെ നോക്കാൻ പറ്റില്ല. മാക്സ് വ്യൂ. ഹലോ ഗൈസ്. സോ ഇൻട്രൊഡക്ഷന് മുമ്പ് നമുക്ക് ചെറിയൊരു ചായ കുടിച്ചാലോ? അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് BTMലാണ്. ഇതാണ് നമ്മുടെ സ്വന്തം ലൈ കഫേ. ഞാൻ എപ്പോഴും ഇവിടെ നിന്നാണ് കേട്ടോ ചായ കുടിക്കാറ്. ഇവിടെ ഞാൻ BTMലുള്ള സമയത്ത് ഞാൻ എപ്പോഴും ചായ കുടിക്കാറ് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഇതൊരു ഫാൻ ബോയ് റിവ്യൂ ആയിട്ടൊന്നും കാണരുത്. ഇതാണ് നമ്മുടെ സ്വന്തം ലൈ കഫേ. ഇന്ന് ഞാൻ പോകുന്ന ഭയങ്കര ഒരു ഷോർട്ട് റൈഡാണ് കേട്ടോ. സോ ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഇക്ക 2 ചായ. നൈസായിട്ട് ഒരു ചായം കുടിച്ച് നല്ലോണം ഓണായിട്ട് ഇറങ്ങിയതോ കേട്ടോ. So today is Sunday and for me it's fun day and this is Nandu, he came with me. Okay, so ഞങ്ങൾ 2 ബൈക്കുകാരാണ് പോകുന്നത്. സോ എൻ്റെ കൂടെ എപ്പോഴും വരുന്ന ഗൗതമല്ല, അവൻ ചിലപ്പം യലഹങ്കയിൽ ജോയിൻ ചെയ്യും. യലഹങ്കയാണ് അവൻ്റെ വീട്. ഞാൻ പോകുന്നത് യലഹങ്കയിലേക്കാണ്. ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഇറ്റ്സ് എ വെരി ഷോർട്ട് റൈഡ്. സോ ഫൺ ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ മോൾ, തിയേറ്റർ, പാർട്ടി, പബ്ബ്, വൈബൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ദിസ് ഈസ് മൈ ഫൺ ഡേ. ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കുക, അവിടെ പോയിരിക്കുക, ഒരു ചായ കുടിക്കുക, കുറച്ച് നേരം കാറ്റ് കൊള്ളുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു രീതിയിൽ ഫൺ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ ഭയങ്കര ഷോർട്ടായിട്ടുള്ള റൈഡാണ് പോകുന്നത്. എനിക്ക് ആകെ 30 കിലോമീറ്റർ ഡ്രൈവിങ് വരുന്നുള്ളൂ. യലഹങ്കയാണ് ഒരു ക്വാറി ലേക്ക്, ബേട്ടാ ഹൽസൂരു ലേക്കിനടുത്തുള്ള ഒരു ക്വാറി മൈനിങ് സെക്ടറിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നത്. പിന്നെ അങ്ങനെ റീൽസോ കാര്യങ്ങളോ ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അതിനടുത്ത് തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ലേക്ക് ഉണ്ട്, ബേട്ടാ ഹൽസൂരു ലേക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ചെറിയതായിട്ടുള്ള ഒരു ലേക്കാണ്. ഓക്കെ, ഇപ്പം നമ്മൾ രാജ്ഭവൻ റോഡിലേക്ക് കയറി കേട്ടോ. ഇനി എനിക്ക് ഇവിടുന്ന് ആകെ 23 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. ഗായ്സ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ദിസ് ക്ലൈമറ്റ്, ഈ ഒരു സമയം രാവിലെ ഉള്ളൊരു ഈ ഒരു തണുപ്പുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് സോ നൈസ്. ഭയങ്കര തണുപ്പാട്ടോ. ലോകത്ത് എവിടെ പോയാലും ട്രാഫിക് ഇല്ലാത്തൊരു ബാംഗ്ലൂർ സിറ്റിനെ പറ്റി ആലോചിച്ചോ. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സിറ്റി വേറെ ഉണ്ടാകത്തില്ല. ബാംഗ്ലൂരിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാൽ മനസ്സിലാവും, ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മനസ്സിലാവും, തമിഴിൽ സംസാരിച്ചാൽ മനസ്സിലാവും, കന്നഡയിൽ സംസാരിച്ചാൽ മനസ്സിലാവും, തെലുങ്കിൽ സംസാരിച്ചാൽ മനസ്സിലാവും, തുളുവിൽ സംസാരിച്ചാൽ മനസ്സിലാവും. ഏകദേശം ഒരു 6 to 7 ലാംഗ്വേജസ് ഈസ് ഹാൻഡ്ലിങ് ദിസ് ടൗൺ. അതാണ് കേട്ടോ ബാംഗ്ലൂരിൻ്റെ ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിറ്റി ഈസ് സോ ഓസം വിത്തൗട്ട് ട്രാഫിക്. ട്രാഫിക് ഉണ്ടാവാൻ പാടില്ല. ട്രാഫിക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സിറ്റി ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടാകത്തില്ല. സ്ഥലത്തിൻ്റെ ദൂരം കുറവായതുകൊണ്ട് ആകെ 30 കിലോമീറ്റർ ഉള്ളൂ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു ദിസ് ക്ലൈമറ്റ്. ഈ ഒരു സമയത്തുള്ള ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഇറ്റ്സ് സോ ഓസം ഗൈസ്. ഈ ചെറിയ ഇളം വെയിലും നന്ദു ഇതേ പോകുന്നത്. ഇൻ്റർസെപ്റ്റർ 650 ആണ് കേട്ടോ ഇതുള്ളത് എൻ്റെ കയ്യിലുള്ളത്. GT അല്ല, നോർമൽ. ഓക്കെ, സോ ദിസ് ക്ലൈമറ്റ് ആൻഡ് ദിസ് ടൈം ഒരു ജാനുവരി ഒരു 18, 19, 20 വരെയൊക്കെയുള്ള ഒരു ടൈമുള്ള ഈ ഒരു ക്ലൈമറ്റ് ഗൈസ് സോ ഓസം. പക്ഷേ പകല് ഓക്കെ ആസ് യൂഷ്വൽ ഇറ്റ്സ് നോട്ട് സോ ഗുഡ്. ഓക്കെ, Z900 ആണ് കേട്ടോ പോയത്. നമ്മൾ ബൈപ്പാസിലേക്ക് കയറിയിട്ടോ, ബ്രിഡ്ജിലേക്ക് കയറിയിട്ടോ. ഇനി ഇവിടെ ആകെ 7 കിലോമീറ്ററും കൂടി ഉള്ളൂ കേട്ടോ. സോ ഷോർട്ട് ട്രിപ്പ്. ഞാൻ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ 20 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ തിരിച്ചൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ റൂമിലെത്തും കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുപോയിട്ട് എന്താക്കിയതാണ് ഇതിൻ്റെ ബെൻഡെല്ലാം മാറ്റി കൊണ്ടുവന്നു. പക്ഷേ ബെൻഡ് മാറിയില്ല, സ്റ്റിൽ ജെർക്കിങ് കാണുന്നില്ല. ഇനി ഇവിടുന്ന് എനിക്ക് ആകെ 2.6 കിലോമീറ്റേഴ്സും കൂടി ഉള്ളൂ കേട്ടോ. ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ സൈഡിലുള്ള റിംഗ് റോഡ് എടുക്കും. അതിന് ശേഷം വെറും 1 കിലോമീറ്റർ 8 സെക്കൻഡ് ഉള്ളൂ. 1 കിലോമീറ്റർ 800, 1.8 കിലോമീറ്റേഴ്സ് ഉള്ളൂ കേട്ടോ. വരുന്നുണ്ട് കേട്ടോ ചെറിയ ഊടുവഴി, അത് കയറി ഇറങ്ങണം. ഒരു ടാറിട്ട റോഡൊക്കെയാണ് പ്രതീക്ഷിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ വഴി എത്തിയത്. ഇവിടെയൊക്കെ കണ്ടോ ചാണകം കൊണ്ട് മുറ്റം വരച്ച് വെച്ചേക്കുന്ന റോഡിൻ്റെ നടുവിൽ. നോക്കിക്കോ, ഇതേ കണ്ടോ, ഇത്രയും ഭാഗം ഇവരുടെ മുറ്റമാണ് കേട്ടോ. ഇത് ചാണകം കൊണ്ട് മുറ്റം വരച്ച് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം വീടുകളാണ് കേട്ടോ ഇവിടെ എല്ലാം ഉള്ള. ബാംഗ്ലൂർ എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് യൂക്കാലി മരങ്ങൾ. ഇതിവിടെ കണ്ടോ കുറച്ച് വെള്ളം, അവിടെ നിർത്താം കേട്ടോ. ഇവിടെയൊക്കെ എല്ലാം ഭയങ്കര വേസ്റ്റാണ് കേട്ടോ. ഈ കോറി എന്ന് പറയുമ്പോൾ എൻ്റെ ആടെ ഉണ്ടായിരുന്നൊരു കോറി, അതിൽ ഇതേപോലെ ഭയങ്കര വേസ്റ്റ് നിറച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഇവിടെയും ഭയങ്കര വേസ്റ്റാണ് കേട്ടോ.
വണ്ടി നിർത്തി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഇതിൽ കൂടെ പോവാം. ഓ മൈ ഗോഡ്, അയ്യോ ഇത് നോക്കിയോ, സൂപ്പർ. എൻ്റെ പന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ വിഷയം എന്താ പറയുക, നമ്മൾ അവിടെ ഇങ്ങോട്ട് വരുന്നിടത്തൊക്കെ അല്ലേ അവിടെയൊക്കെ കാണുന്നത് ഭയങ്കര വേസ്റ്റാണ്. വേസ്റ്റ് കൊണ്ട് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് നോട്ട് ഗുഡ്, ബട്ട് ഇറ്റ്സ് സോ ഓസം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു എന്താ പറയുക വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അട്രാക്ഷൻ ആവുന്ന ഒരു സ്ഥലം ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇനി കുറച്ചുകൂടി കയറാനുണ്ട് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കയറാനുണ്ട്. അങ്ങ് എത്തണം കേട്ടോ അതിൻ്റെ മുകളിൽ. ഞാൻ ആദ്യം കാണിച്ച വ്യൂ പോയിൻ്റ് പറയുന്നത് അതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി വന്ന് ഇവിടെ എത്തി. ഗൈസ് നടന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ 2 ട്രാക്ക് കണ്ടു കേട്ടോ. ഒന്ന് ഇതിലൂടെ അങ്ങോട്ടേക്കും, ഒന്ന് ഇങ്ങോട്ടേക്കോ. ഇതിലൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച ട്രാക്കില്ലേ അതിൻ്റെ അവിടെ കാണിക്കുക. ഞാൻ ശരിക്കും വേണമെങ്കിൽ ഒരൊറ്റ നോട്ടം ഞാൻ കാണിച്ചു തരാം. ഇത് ആ കാണുന്ന കേട്ടോ ബേട്ടാൽ ചുരുവിലേക്ക്. അതിന് തൊട്ടിപ്പുറത്താണ് കേട്ടോ ഈ കോറി വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതില്ലേ, ഞങ്ങൾ നിന്നത് നേരെ ഇതിൻ്റെ താഴെ കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനും ഇതാക്കാനും ഇരിക്കാനുള്ളതല്ല, ഇവിടെ ഇങ്ങനെ ഒരു ദീപമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഹനുമാൻ്റെ ഒരു കല്ലുകൊണ്ട് കൊത്തുണ്ടാക്കിയ ഒരു ശില്പമുണ്ട്. അവിടെ ചന്ദനത്തിരി കത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ NH7 എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ എഴുതിയതൊക്കെ കന്നഡയിലാണ്. ഐ റിയലി ഡോണ്ട് നോ ഹൗ ടു റീഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പോയ ആ ട്രാക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ഈ ട്രാക്ക് പിടിക്കുന്നു. അപ്പോൾ ഇവിടെ അടിപൊളിയാണല്ലോ. ഞാൻ വെറുതെ ആ മലയും കുന്നൊക്കെ കയറിപ്പോയി. ഗൈസ് ഇങ്ങനെ വന്നപ്പോഴല്ലേ ആ ഒരൊറ്റ സ്റ്റോൺ ഇങ്ങനെ നിൽക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആകാശം മാത്രം, വേറെ ഒന്നുമില്ല. ഇവിടുന്ന് ഇങ്ങനെ ശരിക്കും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്ന പോലെ ഉണ്ട് കേട്ടോ. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെ. ഇപ്പം ഞാൻ അതിൻ്റെ ഒത്ത നടുവിലെത്തിയെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ ഒത്ത നടുക്കെത്തി കേട്ടോ. ഇവിടുന്ന് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ കോറി മാത്രമല്ല, വേറെ ഒന്നും കാണത്തില്ല. കോറി ആകാശം മാത്രം. ഇവിടെയൊക്കെ കണ്ടില്ലേ ഈ ഗ്രാനൈറ്റ് പൊട്ടിച്ച് വെച്ചതിൻ്റെ പീസുകൾ കണ്ടില്ലേ, ഇങ്ങനെ ഇതെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മൈനിങ് നടക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ, ഹെൽമെറ്റ് എടുത്താൽ നന്നായി, കുട കൂടേണ്ട ആവശ്യമില്ലല്ലോ. ഗൈസ് അങ്ങനെ മാപ്പിൽ നോക്കി ഞങ്ങൾ ഇതിൻ്റെ ഏറെക്കുറെയുള്ളൊരു മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തിയേക്കും കേട്ടോ. ഇതാണ് സംഭവം. വാവ്, കൊള്ളാം കേട്ടോ. വന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് പിള്ളേർ തിരുമ്പുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. ഗൈസ് ഇത് വേറൊരു സ്ഥലം കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലം കേട്ടോ അത്. ഇവിടെ വെള്ളത്തിന് കുറച്ചുകൂടെ എന്താ പറയുക ഒരു തിക്നെസ് ഉണ്ട്. അതേപോലെ ഒരു വൃത്തിയും കാര്യങ്ങളുണ്ട് ആ ഏരിയയിൽ. അവിടെ കുറച്ച് ഫാമിങ്സ് എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സൈഡിനെ അപേക്ഷിച്ച് എനിക്ക് ഈ സൈഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗൈസ് ഞാനല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ബൈക്ക് ഇറക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടി ഉള്ളിലൊക്കെ ഇറങ്ങാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന കേട്ടോ. അതേപോലെ ബ്രേക്ക് പിടിക്കുന്നത് നോക്കണം, കാരണം ഫുള്ള് എന്താ ഒരുമാതിരി ചരലാണ്. സോ സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോഴൊക്കെ എന്താക്കണം, യു ഷുഡ് ബി വെരി കെയർഫുൾ. ഇത് ഭയങ്കര വലിയൊരു മതിലാട്ടോ ഇത്. ഇവിടുന്ന് നമ്മളെന്ത് ചെയ്യണം, കുമ്മനടിക്കണം. മതിൽ ചാടിയിട്ട് എന്ത് ചെയ്യണം, കുമ്മനടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ആ റോഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ ആദ്യം ബൈക്ക് വരുമായിരുന്നു, പക്ഷേ ഇവിടെ കുറച്ച് മണ്ണും കടലൊക്കെ മണ്ണും കല്ലൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഈ എൻട്രി അവരങ്ങ് ക്രോസ് ചെയ്തു കേട്ടോ. കിട്ടി, ആ റോഡ് കിട്ടി.
ഈ ഏരിയ ഒക്കെ ഭയങ്കര ക്ലീനാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ആഴമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വെയിലൊക്കെ നല്ല ചൂടായിട്ട് ആ സൈഡിൽ നിന്ന് കൂടെ വെയിൽ അടിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു എന്താ പറയുക, മൊത്തത്തിൽ ഞാൻ എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന മൊത്തം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി മാക്സ് വ്യൂ. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.